Hello friends, welcome to my YouTube channel Haru and Tanu. ഇന്നത്തെ വീഡിയോയിൽ ബിഗോണിയ പ്ലാന്റ് കളക്ഷൻ ആണ് കാണിക്കുന്നത്. എൻ്റെ വീട്ടിലുള്ള കുറച്ച് ബിഗോണിയ പ്ലാന്റ്സ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു ബിഗോണിയ അച്ഛൻ ഒരിക്കൽ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കൊണ്ടുവന്നപ്പോൾ വളരെ ചെറുതായിരുന്നു. ഒരു ചട്ടിയിൽ നട്ടിട്ട് ടെറസിലാണ് നമ്മളിത് വച്ചിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് റെഡ് കളർ ഫ്ലവേഴ്സ് ഇതിലുണ്ടാകുന്നുണ്ട്. ആദ്യം ഈ ഒരു പ്ലാന്റ് ടെറസിൻ്റെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗത്താണ് വച്ചിരുന്നത്. അധികമായിട്ട് സൺലൈറ്റ് കിട്ടുന്നത് കാരണം ഈ ചെടിയുടെ ലീവ്സ് വല്ലാതെ ഉണങ്ങുന്നതായിട്ട് കണ്ടു. ടെറസിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ പന്തൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചോട്ടിലായിട്ട് നമ്മൾ ഈ ചട്ടി മാറ്റി വെച്ചു. അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സൺലൈറ്റ് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് നന്നായിട്ട് വളരാൻ തുടങ്ങി. ഇതിൻ്റെ ലീവ്സ് കണ്ടു, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീനിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് ഡോട്ട്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുതിയതായിട്ട് വളർന്നു വരുന്ന ഇലകളും ഇതുപോലെ തന്നെയാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് ഡോട്ട്സ് ഇതിലും കാണാനായിട്ട് സാധിക്കും. അധികം വെള്ളം കെട്ടി നിൽക്കാത്ത നല്ല ലൂസായിട്ടുള്ള മണ്ണാണ് ബിഗോണിയ നന്നായിട്ട് വളരാനായിട്ട് നല്ലത്. വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ബിഗോണിയ പ്ലാന്റ് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട്. വാട്ടറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിഗോണിയ പ്ലാന്റ്സിന്. ചട്ടിയിലുള്ള മണ്ണ് ഡ്രൈ ആയതിനു ശേഷം മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ചെടിയുടെ കടയ്ക്കൽ മാത്രമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇലകളിലും അതിൻ്റെ സ്റ്റെംസിലും ഒന്നും വെള്ളം സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല. ഓവർ വാട്ടറിങ് പോലെ തന്നെ വെള്ളം കുറവാണെങ്കിലും ബിഗോണിയ പ്ലാന്റ്സ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചെടിക്ക്. എൻ്റെ അടുത്തുള്ള രണ്ടാമത്തെ ബിഗോണിയ പ്ലാന്റ് ഇതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇലകളോട് കൂടിയിട്ടുള്ള ഒരു ബിഗോണിയ പ്ലാന്റ് ആണ്. ചില ബിഗോണിയ പ്ലാന്റ്സ് റെയിനി സീസണിൽ അധികം മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കണം. ഈ ഒരു ബിഗോണിയ പ്ലാന്റിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. വളമായിട്ട് കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ചേർന്നിട്ടുള്ള ഒരു മിശ്രിതം ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കടക്കിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. കിച്ചൺ വേസ്റ്റും വളരെ നല്ലൊരു വളമായിട്ട് തോന്നിയിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാറുണ്ട്. സ്റ്റെം കട്ടിങ്ങിലൂടെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ലീഫ് കട്ടിങ്ങിലൂടെയും നമുക്ക് ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. തണ്ടോടുകൂടി ഈ ചെടിയിൽ നിന്ന് ഒരു ഇല നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അത് മണ്ണിൽ നമുക്ക് നട്ട് കൊടുക്കാം. നട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എളുപ്പം തന്നെ നമുക്ക് പിടിച്ചു കിട്ടും. ഈ ഒരു പ്ലാന്റിൻ്റെ പുറകിൽ കണ്ടോ, കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള പിങ്ക് ആണ് ഉള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ബിഗോണിയാസ് വെർട്ടിക്കൽ ഗാർഡനിൽ നമുക്ക് ചെയ്യാവുന്നതാണ്, ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഇതുപോലെ. ഈ ഒരു ഭാഗത്ത് സൂര്യപ്രകാശം കിട്ടുന്നത് കുറച്ച് കുറവായതുകൊണ്ടാണ് ചെടിക്ക് ഈ ഒരു കളർ ഡിഫറൻസ് നിങ്ങൾ കാണുന്നത്. വളരെ ബുഷിയായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ചെറിയ പ്ലാന്റിലൊക്കെ നട്ടതിന് ശേഷം മരത്തിൻ്റെ കൊമ്പിലൊക്കെ നമുക്ക് ഹാങ് ചെയ്ത് ഇടാനായിട്ടും സാധിക്കും. അങ്ങനെയും ഞാൻ എൻ്റെ ഗാർഡനിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വെറൈറ്റിയിൽ വെള്ള നിറത്തിലുള്ള പൂക്കളും ഉണ്ടാകാറുണ്ട്. ചില ബിഗോണിയ പ്ലാന്റ്സ് മഴവെള്ളം കെട്ടി നിന്ന് ചീഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷേ ഈ ഒരു ബിഗോണിയ പ്ലാന്റിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് 70% മണ്ണും 20% കൊക്കോ പീറ്റും 10% ചാണകപ്പൊടിയും ചേർത്ത് നമുക്ക് മിശ്രിതം തയ്യാറാക്കാവുന്നതാണ്. ഇതാണ് എൻ്റെ അടുത്തുള്ള മറ്റൊരു ബിഗോണിയ പ്ലാന്റ്. ഇതിൻ്റെ ഇലകൾക്ക് നല്ല കട്ടിയാണ്. അതുപോലെ തന്നെ വെള്ള നിറത്തിലുള്ള പൂക്കളും ഇതിലുണ്ടാകാറുണ്ട്. ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിഗോണിയ പ്ലാന്റ്സ് നമ്മുടെ ഗാർഡനിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.